Hoping the audio is clear. Okay. So, മെഷീൻ ലേണിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്. ആൻഡ് ആക്ച്വലി നമ്മൾ ഈ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ക്ലാസ് യൂട്യൂബിലും ഇവോൾവിൻ്റെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ പോയി ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ AI ആൻഡ് ML അല്ലെങ്കിൽ ML, ആക്ച്വലി മെഷീൻ ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ടെക് ഫീൽഡിനെ ആക്ച്വലി റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാക്ക് നമ്മൾ റെവല്യൂഷനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ലൈക്ക് ഒത്തിരി കേൾക്കുന്ന ഒരു ടേമാണ്. ഇന്ന കാര്യം ഇന്നതിനെ റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ജോലി കിട്ടും. സോ അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ഒരു സെൻറ്റൻസ് ആയിട്ട് എടുക്കേണ്ട. ആക്ച്വലി മെഷീൻ ലേണിംഗ് ടെക് ഫീൽഡിനെ റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു മെഷീൻ ലേണിംഗ് എക്സ്പേർട്ട് ആൻഡ്രൂ എൻജി തന്നെ പറയുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് മോഡേൺ ഡേ ഇലക്ട്രിസിറ്റി ആണെന്ന്. സോ വി നോ 100 years ago എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി നമ്മുടെ ലോകത്തെ തന്നെ റെവല്യൂഷനൈസ് ചെയ്ത് പല ഫീൽഡുകളെ റെവല്യൂഷനൈസ് ചെയ്തത്, അതുപോലെ തന്നെയാണ് ഇപ്പം മെഷീൻ ലേണിംഗ്. സോ അല്ലെങ്കിൽ ആക്ച്വലി 20 years ago എങ്ങനെയാണ് ഇന്റർനെറ്റ് എല്ലാ ഫീൽഡുകളെയും റെവല്യൂഷനൈസ് ചെയ്തതെന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ അങ്ങനെയാണ് മെഷീൻ ലേണിംഗ്. ഇപ്പോൾ 20 years ago ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ഇറ്റ്സ് എ ബെറ്റർ ടൈം ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ മെഷീൻ ലേണിംഗ്. അതാണ് ആൻഡ്രൂ എൻജിയും പറയുന്നത്. സോ നമ്മൾ മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധമില്ലാത്തൊരു ഫീൽഡ് തന്നെ ഇല്ല എന്ന് പറയാം. എല്ലാ ഫീൽഡും, ഇപ്പോൾ നിങ്ങൾക്ക് ടെക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഹെൽത്ത് കെയറിലാണ്, എഡ്യൂക്കേഷനിലാണ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിലാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് എന്ത് ഫീൽഡിലാണ് താല്പര്യമെങ്കിലും യു ക്യാൻ ഇംപ്ലിമെന്റ് മെഷീൻ ലേണിംഗ് ഈസിലി. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്യൂട്ടറിനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാലം ഉടനെ തന്നെ തീരും, ലൈക്ക് അങ്ങനെ തീരട്ടെ. ആൻഡ് ഒരു നല്ല AI മെഷീൻ ലേണിംഗ് ബോട്ട് വരട്ടെ. ആൻഡ് അത് ബെറ്റർ ആയിട്ട് നമ്മളെ സ്റ്റാറ്റിക്കലി ടീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് വരും, അതെന്താണെങ്കിലും വരും. സോ നിങ്ങളൊരു എഡ്യൂക്കേഷണൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് കെയറിലാണെങ്കിൽ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ആൽഗോരിതം, അല്ലെങ്കിൽ ഒരുപാട് കാര്യം, ഇപ്പോൾ ഈ എക്സ്റേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നതാണ് ഒരു പ്രശ്നമെന്ന് പറയാൻ പറ്റുന്ന, ഒരു ഡയഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൽഗോരിതം ഒക്കെ ഓൾറെഡി ഉണ്ട്. ആൻഡ് സ്റ്റിൽ നിങ്ങൾക്ക് അതിൽ പുതിയ മെച്ചപ്പെട്ട ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താം. അപ്പോൾ നിങ്ങൾ എന്ത് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിലും അവിടെ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും എന്താ നമ്മൾ മെഷീൻ ലേണിംഗ് ആയിട്ട് ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അത്രയും ബോധേഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്തതാണ് മെഷീൻ ലേണിംഗിനെ കുറിച്ച്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മെയിലിൽ സ്പാം മെയിൽസ് വരാറുണ്ട്. അപ്പോൾ ഈ സ്പാം മെയിൽസ് വരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിലിനെ ആ ഒരു 3 dots ഉണ്ടാവും റൈറ്റ് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് സ്പാം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിളിന്റെ ആൽഗോരിതം ട്രെയിൻഡ് ആകുകയാണ്, ഓക്കെ ഇതൊരു സ്പാം മെയിലാണ്. സോ അതുമായി റിലേറ്റഡ് ആയിട്ട്, അല്ലെ അതുമായിട്ട് മെഷീന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ സാമ്യതയുള്ള വേറെ മെയിൽസ് വരുമ്പോൾ മെഷീൻ മനസ്സിലാക്കുകയാണ് ഇന്ന യൂസർക്ക് ഇത് സ്പാം ആണ്, സോ അതിനെ ഒബിയസ്ലി കൊണ്ടുപോയി സ്പാം ഫോൾഡറിൽ ഇടണം എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആണ്, നിങ്ങൾ അവരിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിന്റെ മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തെ ജിമെയിലിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്നതാണ് സ്പാം, ഇന്നതല്ല സ്പാം. സോ അത്രയ്ക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇടപഴകി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മെഷീൻ ലേണിംഗ്. ആൻഡ് സ്റ്റിൽ നമ്മളത് ബോധേഡ് അല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 20-25 years ബാക്ക് എടുക്കുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പം വളരെ ഹൈ പ്രൊഫൈൽ ടെക് കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, ബൈഡു, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആരാ പറയുക മൈക്രോസോഫ്റ്റ് ഒക്കെ പോലെയുള്ള കമ്പനീസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം അത് വളരെ ജനകീയമായി കഴിഞ്ഞു. എല്ലാ ഫീൽഡുകളിലും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പം 10th 8th ഒക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് അതിൻ്റെ ഒരുപക്ഷെ കുറച്ചും കൂടി അതിൻ്റെ യൂസർ ഫ്രണ്ട്ലിനെസ്
കൊണ്ടുവരാൻ പറ്റിയതാണ് അത്രയും ജനകീയമാക്കിയത് എന്ന് പറയാം. അതായത് ഇപ്പം മാറ്റ്ലാബ് അല്ലെങ്കിൽ ഒക്ടേവ് പോലെയുള്ള ഇടത്തു നിന്നും ഇപ്പോൾ ഈസിലി പൈത്തണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപക്ഷെ ഇത്രയും പോപ്പുലർ ആക്കിയത് മെഷീൻ ലേണിങ്ങിനെ എന്ന് പറയാം. ആൻഡ് ഓൾസോ മെഷീൻ ലേണിങ്ങിന്റെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണ്, ലിറ്ററലി എക്സ്പോണൻഷ്യൽ ആണ്. 20 വർഷം മുമ്പേ മെഷീൻ ലേണിംഗ് ഇരുന്നോ അവിടുന്ന് നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന മെഷീൻ ലേണിംഗ് എവിടെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒത്തിരി മേളിലാണ് മെഷീൻ ലേണിംഗ്. അതായത് അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫീൽഡ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ലൈക്ക് ഈ ഒരു കൂടെ തന്നെ പറയണം. ആൻഡ് ഈ ഒരു മെഷീൻ ലേണിംഗ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രീ റെക്യൂസിറ്റ്സ് അല്ലെങ്കിൽ ഒരു കുറച്ച് എക്സ്പെക്റ്റഡ് നോളജ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾ പ്രൊബബിലിറ്റി ആയിട്ട് ഫെമിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ മാത്സിൽ വേറെ വരുന്ന ലീനിയർ ഓൾജിബ്ര അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, വെക്ടേഴ്സ്, ഐഗൻ വെക്ടേഴ്സ്, വേരിയൻസ് ഓഫ് ഒരു പ്രോബബിലിറ്റി പറയുമ്പോൾ റാൻഡം വേരിയബിൾ പറയും, ആൻഡ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ, ഇതുപോലെയുള്ള കുറച്ച് ടേംസ് ആയിട്ട് നിങ്ങൾ ഫെമിലിയർ ആണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ ഇറ്റ്സ് ഫൈൻ. നമുക്കത് പോകുന്ന വഴിയിൽ എവിടെയാണോ ഈ ഒരു ടേംസ് വരുന്നത് അവിടെ വെച്ച് നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. സോ ഇതാണ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് നമ്മളൊരു ഇൻട്രഡക്ഷൻ പറയാൻ. ആൻഡ് ഞാൻ പേഴ്സണലി ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് എടുത്തത് ആൻഡ്രൂ എൻജി എന്ന് പറയുന്ന തന്നെ സ്റ്റാൻഫോർഡിലെ ഒരു പ്രൊഫസറായ അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോട്ട്സിൽ നിന്നാണ്. അദ്ദേഹം നെറ്റിൽ ആക്ച്വലി നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ അവിടുന്ന് ആണ് എടുത്തത്. ആൻഡ് എൻ്റെ എയിം എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് മലയാളത്തിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മുടെ മെഷീൻ ലേണിങ്ങിന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഫസ്റ്റ് ഈ മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ചോദിക്കേണ്ട ചോദ്യം, അത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്, എന്താണ് മെഷീൻ ലേണിങ്ങിന്റെ നെസസിറ്റി എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എവ്രിവെയർ ലൈക്ക് എവറി ഡേറ്റ അല്ല, ആക്ച്വലി എവ്രിവെയർ നമ്മൾ മെഷീൻ ലേണിങ്ങും എ ഐയും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഹോപ്പ് സ്ലൈഡ്സ് ആർ ക്ലിയർ ആൻഡ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എ ഐയും മെഷീൻ ലേണിങ്ങും എല്ലായിടത്തും യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെർമിനോളജീസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് സ്പാമിൻ്റെ ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുന്നത്. അതിനെ ഡേറ്റ ടാഗിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാഗ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി യു ആർ ഹെൽപ്പിംഗ് ദ മെറ്റാസ് ആൽഗുരിതം ടു ബി ബെറ്റർ അറ്റ് ടാഗിങ് പീപ്പിൾ, ഐ മീൻ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും ആൾക്കാരെ ടാഗ് ചെയ്തത് വ്യത്യാസം അറിയുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഇന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കുകയാണ് ഇതാണ് ആള്. ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഫസ്റ്റ് ഇതിൽ പറയുക. അതായത് നെസസിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മെഷീൻ ലേണിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് മെഷീൻ ലേണിംഗ് ഈസ് ആക്ച്വലി ഫാസിനേറ്റിംഗ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡ് പോയി പഠിക്കാൻ പറ്റില്ല. മെഷീൻ ലേണിംഗ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ലൈക്ക് എങ്ങനെയാണോ നമ്മളിപ്പോൾ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിനെ കുറിച്ച് പറയാം, ഇവല്യൂഷനെ കുറിച്ച് പറയാം, ഇതുപോലെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിലെ ഒരു ഫീൽഡാണ് മെഷീൻ ലേണിംഗ്. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് മെഷീൻ ലേണിങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫീൽഡിലെ ഗ്രോത്ത് ഇപ്പം എക്സ്പൊണൻഷ്യൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മെഷീൻ ലേണിംഗിൽ എന്തെങ്കിലുമൊക്കെ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവും. നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷമേ നമുക്ക് മനസ്സിലാവൂ. സോ അതാണ് നമ്മൾ എന്തുകൊണ്ട് മെഷീൻ ലേണിംഗ് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു റീസൺ. ആൻഡ് മെഷീൻ ലേണിംഗ് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ നമുക്കത് നന്നായി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. അതാണ് മെഷീൻ ലേണിങ്ങിന്റെ ഒരു പോസിറ്റീവ്. ഇനി നമ്മൾ തിയറി പാർട്ടിലേക്ക് കയറുകയാണ്. നമുക്കപ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ട് മെഷീൻ ലേണിംഗ് പഠിക്കണം എന്നുള്ള ചോദ്യം നമ്മൾ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് പഠിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് മെഷീൻ ലേണിംഗ്? അപ്പോൾ മെഷീൻ ലേണിങ്ങിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ 1950
50s 60s ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആർതർ സാമുവൽ എന്ന് പറയുന്ന ആളുടെ 1959 എക്സ്പ്ലനേഷൻ ആണ്. അദ്ദേഹം ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ചെക്കേഴ്സ് കളിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനെ ട്രെയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? നോർമലി ഒരു പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഒരു സെറ്റ് ഓഫ് കമാൻഡ്സിന്റെ മേളിൽ അത് ആക്ട് ചെയ്യാണ്, അല്ലാണ്ട് പുതിയൊരു കാര്യം അതിന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു LED വൺ ടൈം ബ്ലിങ്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് വൺ ടൈം ബ്ലിങ്ക് ചെയ്യും, അത് കഴിഞ്ഞ് തീർന്നു. ഓക്കെ, അതല്ലാതെ കൂടുതൽ ഒരു കാര്യം അത് ചെയ്യില്ല. പക്ഷേ ഈ ഒരു ആർതർ സാമുവൽ ഉണ്ടാക്കിയ ഈ ഒരു പ്രോഗ്രാമിന്റെ ചെക്കേഴ്സ് കളിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ തവണ ഈ ചെക്കേഴ്സിലെ റെഡ് ആൻഡ് വൈറ്റ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ആയിട്ടുള്ള ആ ഒരു കോയിൻസിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു കോയിൻസ് ആ ചെക്കേഴ്സ് ബോർഡിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള പാറ്റേൺ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയ ആർതർ സാമുവലിനെ തോപ്പിക്കാം എന്ന് ഈ ഒരു കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെയാണ് അദ്ദേഹം മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു ടേമിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുത്തത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതൊരു ഫീൽഡാണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഫീൽഡാണ്. അത് ഈ കമ്പ്യൂട്ടറിന് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് അല്ലാതെ അതിന് മുകളിൽ പഠിക്കാനായിട്ട് ഒരു എബിലിറ്റി കൊടുക്കുകയാണ്. അതാണ് ആ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗിവ്സ് കമ്പ്യൂട്ടർ ദ എബിലിറ്റി ടു ലേൺ വിതൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം. അതൊരു ഗിവൺ സെറ്റ് ഓഫ് സ്ട്രക്ചേർഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഇൻസ്ട്രക്ഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാണ്ട് the computer is being able to understand what's happening on the checkers board അല്ലെങ്കിൽ what's happening on its environment. അതാണ് ഈ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആർതർ സാമുവൽ ഇതിന് ഇങ്ങനൊരു ഡെഫിനിഷൻ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ വരുന്നത് എന്ന് പറയുന്നത് 1998 ടോം മിച്ചിൽ എന്ന് പറയുന്ന ആളാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് ഓരോ കമ്പ്യൂട്ടറിനും എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ആൻഡ് അതിന്റെ പെർഫോമൻസിന്റെ മെഷർ ആണെങ്കിൽ, അതായത് നമുക്ക് ഒന്നുകൂടി പറയാം, ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ടാസ്ക് ചെയ്യുമ്പോൾ അതിന്റെ പെർഫോമൻസിനെ നമ്മൾ എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുകയാണ്. ആൻഡ് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഇഫ് ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, ഈ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, ഇംപ്രൂവ് ചെയ്യുന്ന എപ്പോഴാണ്? അതിന്റെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കമ്പ്യൂട്ടറിന് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോഗ്രാം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാണ് ടോം മിച്ചൽ പറയുന്നത്, 1998 പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള മെഷീൻ ലേണിംഗിന്റെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ആർതർ സാമുവൽ പറയുന്നതോ അല്ലെങ്കിൽ ടോം മിച്ചൽ പറയുന്നതോ ആയിട്ടുള്ള ഡെഫിനിഷൻസിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഒരു കമ്പ്യൂട്ടറിന് ഗിവൺ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം സെറ്റിന് പുറത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസിന് മുകളിൽ നിന്നും ഡേറ്റാസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആ ഡേറ്റാസ് യൂസ് ചെയ്ത് അതിന് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോൾ പറ്റുന്നോ അപ്പോൾ നമുക്ക് അതിനെ ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതം എന്ന് വിളിക്കാൻ പറ്റും. അതാണ് ഞാൻ ഈ ഒരു 2 സ്ലൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹോപ്പിംഗ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിനെ നമുക്ക് ആക്ച്വലി 4 കാറ്റഗറി ആയിട്ട് ബേസ്ഡ് ഓൺ ദ ഡേറ്റ അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ മെഷീൻ ലേണിങ്ങിനെ ഫോർ സിംപ്ലിസിറ്റി സേക്ക് നമുക്ക് 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ എന്നൊക്കെ ഉള്ളത് ഇതിനുള്ളിലുള്ളതാണ്. അപ്പോൾ ഞാൻ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിങ്ങിനെ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, എങ്ങനെയാണ് ഇത് ലേൺ ചെയ്യുന്നത്, എന്ത് ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. മൂന്നാമത്തെ ടൈപ്പിനെ നമുക്ക് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കാം. നാലാമത്തെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടുതലായിട്ടും നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്, അതുപോലെ തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ സ്ലൈഡിന്റെ താഴെ കാണാൻ പറ്റും. അത് റിഗ്രഷൻ ഇച്ചിരി താഴെ ഇറങ്ങി അത് വിട്ടേക്ക്. നമുക്ക് ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ എന്നാണ് അവിടെ എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇതുപോലെയുള്ള ടേംസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് പോകാം. നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, 2 അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, മൂന്നാമത്തത് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് ഫോർത്ത് വൺ ഇസ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ നമുക്ക് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും എന്താണെന്ന് പഠിക്കാം. അതും ഒട്ടും ട്രിക്കി അല്ല, ഈസിയാണ്. പക്ഷെ ക്ലാസിഫിക്കേഷൻ റിഗ്രഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ട്രിക്കിയാണ്. ബട്ട് സ്റ്റിൽ നമുക്കത് ഈസി ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക്കലി മെഷീൻ ലേണിംഗിലെല്ലാം നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ശ്രമം എന്താണെന്ന് വെച്ചാൽ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മോഡൽ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഒട്ടും പാനിക് ആവേണ്ട. മോഡൽ എന്ന് പറയുന്നത് നമ്മൾ 2 കാര്യങ്ങളെ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എഴുതുമല്ലോ. ഈ പ്രോഗ്രാം ഒരു മോഡലായിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ മോഡൽ ആണ് വെദർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിംപ്ലി നമ്മളൊരു ക്യാറ്റിനെയും ഡോഗിനെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയാൽ ഈ മോഡൽ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എന്താണോ പ്രോഗ്രാമിൽ ഈ മോഡലിനെ നമ്മൾ വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ മോഡലിനെ കോൾ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ മോഡൽ നിങ്ങൾ ഇത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഈ മോഡലിനെ കോൾ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മോഡലാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു മെഷീൻ ലേണിംഗ് സെനാരിയോ നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ പറയുന്നതായിരിക്കും ബെറ്റർ, നമ്മളൊരു മോഡലിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ ഉണ്ടാക്കുന്ന മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേബൽഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റിനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ പുതിയതായിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഡേറ്റ സെറ്റ്, 2 ലേബൽ. എന്താണ് ഡേറ്റ സെറ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഞാനൊരു ക്യാറ്റ് ആൻഡ് ഡോഗ് തമ്മിൽ തിരിച്ചറിയുന്ന ഒരു മോഡലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഒരു ലേബൽഡ് ഡേറ്റ സെറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ക്യാറ്റ് എന്നുള്ള പിക്ചറിനെ കൊടുക്കുന്നു, ആ കൂടെ അത് ക്യാറ്റ് ആണെന്ന് ലേബൽ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനൊരു ക്യാറ്റിന്റെ പിക്ചർ കൊടുക്കുന്നു, അതിന്റെ കൂടെ ഞാൻ ഒരു ലേബലും കൂടി കൊടുക്കുന്നു. നമ്മൾ താഴെ ഇതിനെ ഇന്നതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു ടാഗ്, അത് ലേബൽ എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലേബലിൽ ഞാൻ ഇതൊരു ക്യാറ്റ് ആണെന്ന് ലേബൽ ചെയ്ത് കൊടുക്കും, മറ്റേ ഫോട്ടോന്റെ കീഴിൽ ഇത് ഡോഗ് ആണെന്ന് ലേബൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ലേബൽ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യപ്പെടുന്ന മോഡലിനെ, അതാണ് ആ ഒരു ട്രെയിൻ ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഈ ഒരു മോഡൽ അങ്ങനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ ലേബൽ ഉണ്ടെന്ന് പറയുന്നു. ഒരു ക്യാറ്റ് ഉണ്ട്, ആ ക്യാറ്റിന്റെ ലേബൽ ഉണ്ട്. ഡോഗ് ഉണ്ട്, ഡോഗിന്റെ ലേബൽ ഉണ്ട്. ഇങ്ങനെ ഒരു പിക്ചർ 2 പിക്ചർ ഒന്നും കൊടുത്താൽ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഡേറ്റ എന്തോരം കൊടുക്കാൻ പറ്റുമോ അത്രയും ഡേറ്റ കിട്ടുമ്പോൾ അത്രയും നന്നായി ഈ ഒരു മോഡൽ പഠിക്കും. അതിപ്പോൾ നമ്മുടെ കാര്യം അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ട് ഒരു പരീക്ഷ എഴുതിയാൽ ലൈക്ക് നമുക്ക് ഉണ്ടാവുന്ന നോളജ് ലിമിറ്റഡ് ആയിരിക്കും. അതിലും കൂടുതൽ നോളജ് ഉണ്ടാവും നമ്മൾ 2 ബുക്ക് റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ 3 ബുക്ക് റെഫർ ചെയ്തിട്ട് പഠിക്കും. അത് സെയിം കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇനി ഈ ഒരു ഇൻപുട്ട് ഡേറ്റ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ക്യാറ്റിനെയും ഡോഗിനെയും. ഈ ഒരു ക്യാറ്റിനെയും ഡോഗിനെയും ഞാൻ കൊടുക്കുന്നത് അതിന്റെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ലേബലിനെ പെയർ ചെയ്തിട്ട് വേണം. അതായത് ക്യാറ്റ് എന്ന് ഒരു ഇമേജ് കൊടുത്തിട്ട്, നമുക്കറിയാലോ ക്യാറ്റ് ഏതാണ് ഡോഗ് ഏതാണ്. സിമിലർലി നമ്മൾ കൊടുക്കുമ്പോൾ ക്യാറ്റിന്റെ താഴെ കൊടുക്കേണ്ട ലേബൽ എന്ന് പറയുന്നത് ക്യാറ്റ് എന്നുള്ള ലേബൽ തന്നെയായിരിക്കണം. ഡോഗിന് താഴെ കൊടുക്കാൻ പോകുന്ന ലേബൽ എന്ന് പറയുന്നത് ഡോഗ് എന്ന് പറയുന്ന ലേബൽ ആയിരിക്കണം. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ഡേറ്റയും ഔട്ട്പുട്ട് ഡേറ്റയും പെയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഒരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി കൊടുക്കേണ്ടത്. ഇത് ക്യാറ്റ് ആണോ ഡോഗ് ആണെന്നുള്ള പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതത്തെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ പെയർ ചെയ്തതിന് ശേഷമായിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഉള്ളിൽ വരുന്ന 2 കാര്യങ്ങളാണ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന റിഗ്രഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് ബ്രീഫ് ചെയ്യാം. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നതിനകത്ത് ലേബിൾഡ് ഡാറ്റാ സെറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ലേബൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ആ പേര് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ലേബൽ എന്ന് പറയുന്നത്. ആൻഡ് ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തോരം ഡേറ്റയെ ഇപ്പോൾ ഈ ഒരു കേസിൽ എന്തോരം ഇമേജസിനെ നമ്മൾ ക്യാറ്റിന്റെയും ഡോഗിന്റെയും കൊടുക്കുന്നു, അതാണ് എന്ത് ഡാറ്റാ സെറ്റ്. അപ്പോൾ ഈ ഡാറ്റാ സെറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് പെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുകയല്ല, പെയർ ചെയ്യുന്നില്ല. സോ ഇങ്ങനെ കൊടുക്കും. ഇതിന്റെ 2 ടൈപ്സ് ആണ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് റിഗ്രഷന്റെയും ക്ലാസിഫിക്കേഷന്റെ കാര്യത്തിൽ വരാം. അതിന്റെ താഴെ ഞാൻ സിമ്പിൾ ആയിട്ട് ഒറ്റ ലൈനിൽ എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് ദേ ആർ ഡിഫറെന്റ് എന്നാണ്. അതായത് നമ്മൾ രണ്ടിനും ഇതുപോലെ തന്നെ ലേബിൾഡ് ഡേറ്റാ സെറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ലേബിൾഡ് ഡേറ്റാ സെറ്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ അനുസൃതമായിട്ട് ഇത് രണ്ടും വ്യത്യാസമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ അതായത് ഈ ഒരു രണ്ട് കാര്യം റിഗ്രഷനെ കുറിച്ചും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമാണ് എന്താണ് ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും. ഈ ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരുപാട് ടൈം നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബൈനറി ക്ലാസിഫിക്കേഷനെ നമുക്ക് പറയാൻ പറ്റും ഡിസ്ക്രീറ്റ് ആണ്. കാരണം എന്താ, ഇറ്റ്സ് എയ്തർ 1 or 0 അല്ലെ. എയ്തർ ഇറ്റ്സ് എ സ്പാം മെസ്സേജ് അല്ലെങ്കിൽ ഇതൊരു സ്പാം മെസ്സേജ് അല്ല. എയ്തർ ഇറ്റ്സ് എ ഓൺ കണ്ടീഷൻ അല്ലെങ്കിൽ അതൊരു ഓഫ് കണ്ടീഷൻ. 1 or 0 അങ്ങനത്തെ ഒരു കേസസ് അല്ലെ ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ കേസസിനെ നമുക്ക് പറയാം ബൈനറി കണ്ടീഷൻ എന്ന് പറയാം. ആകെ രണ്ട് ഔട്ട്പുട്ടേ ഉള്ളൂ. ഓക്കെ, അതൊരു ഡിസ്ക്രീറ്റ് ആണ്. ഇനി അതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുക്കുമ്പോൾ 20 പേരുണ്ടാകാം, 21 പേരുണ്ടാകും, 30 പേരുണ്ടാകും, 30.5 സ്റ്റുഡൻസ് ഉണ്ടാകാൻ പറ്റും ഇല്ല. സോ അതൊരു ഒരു ഒരു റിയൽ നമ്പർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു കേസാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഇനി ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ ആപ്പിൾ, ബനാന, ചെറി അല്ലെങ്കിൽ ഗ്രേപ്സ് അങ്ങനെ പറയാം. ഹാഫ് ബെറിയും ഹാഫ് ഗ്രേപ്സ് ആയിട്ട് വരില്ലല്ലോ. സോ അങ്ങനെ നമുക്കൊരു ഡിസ്ക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കിതൊരു ഒരു കൗണ്ടബിൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ അതായത് 20 സ്റ്റുഡൻസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി പോട്ടെ, നിങ്ങളൊരു സ്കൂളിന്റെ ഒരു കോളേജിന്റെ കാര്യം എടുക്കണം, 1000 സ്റ്റുഡൻസ് കൗണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കിടക്കുകയാണ്. അങ്ങനെ അത്രയും ഇൻഫിനിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ ഇല്ല. പിന്നെ ഒരു നമ്പറും മറ്റു നമ്പറും തമ്മിൽ ഒരു സഡൻ സ്പൈക്ക്, ഒരു ജമ്പ് ഉണ്ടാവും. അതായത് ഒരു കണ്ടിന്യൂം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, 0യും 1നും ഇടയിൽ ഒരു ജമ്പാണ്. 0 is a low and 1 is a high. സോ ഒബിയസ്ലി അവിടെ ഒരു ജമ്പാണ് നടക്കുന്നത്. 0 to 0.001, 0.002 അങ്ങനെ സ്മൂത്ത് ട്രാൻസിഷൻ നടക്കുന്ന ഒരു കർവ് അല്ല അവിടെ നടക്കുന്നത്, ഒരു സഡൻ സ്പൈക്ക് ആണ് നടക്കുന്നത്. സോ എപ്പോഴും ഡിസ്ക്രീറ്റ് വാല്യൂസ് വരുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ സഡൻ സ്പൈക്ക് ആണ് നടക്കുന്നത്. ഇനി കണ്ടിന്യൂസ് വാല്യൂവിന്റെ കാര്യം എടുത്താലോ അവിടെ നമുക്ക് പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരാളുടെ ഹൈറ്റ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും, 163.5 സെന്റിമീറ്റേഴ്സ്, 180.7 സെന്റിമീറ്റേഴ്സ് അല്ലെ 183 സെന്റിമീറ്റേഴ്സ്, അങ്ങനെയാണ് നമ്മുടെ ഹൈറ്റ് പറയുന്നത്. അതിൽ പോയിന്റ്സ് വരാൻ പറ്റും അല്ലെ. ഇനി ഒരു ഹൗസിംഗ് പ്രൈസ് എടുത്തു, ഹൗസിംഗ് പ്രൈസിലും ഒരു കണ്ടിന്യൂസ് വാല്യൂ അല്ലേ വരുന്നത്. നമുക്ക് അവിടെ എന്ത് പോയിന്റ് വേണമെങ്കിലും ഇടാം. പക്ഷെ ഇവൻ ദോ വി യൂഷ്വലി നമ്മളത് റൗണ്ട് ചെയ്ത് നമ്മളിപ്പോൾ വീട് വിൽക്കാൻ നേരത്ത് 60,33,333 രൂപ എന്ന് പറയുന്നതിന് വരെ നമ്മൾ 60 ലക്ഷം എന്നുള്ള 61 ലക്ഷം ആക്കാൻ അല്ലെങ്കിൽ 60.5 ആക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് മാക്സിന്റെ സേക്കിന് വേണ്ടിയിട്ട് ഇവിടെ പറയാം അതൊരു കണ്ടിന്യൂസ് വാല്യൂ ആണ്. ഇനി ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് വാല്യൂ ആണ്. ഇനി ഒരു ഇതിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എങ്ങനെ, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഗിവൺ റേഞ്ചിനുള്ളിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര ടു ഇത്ര ഫാരൻഹീറ്റിനുള്ളിൽ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. അതിന് ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ മറ്റിടത്തെ പോലെ അല്ല, ഒരു സഡൻ സ്പൈക്ക് അല്ല ഉണ്ടാവും, ഒരു ട്രാൻസിഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഹോപ്പിംഗ് ദാറ്റ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ക്ലിയർ ആണെങ്കിൽ ഞാൻ അവിടെ മുമ്പ് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? അതെ, റിഗ്രഷനും ക്ലാസിഫിക്കേഷൻ. നമ്മൾ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലേക്കും വന്നത്. ഓക്കെ, നമുക്ക് എന്താണ് റിഗ്രഷൻ, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഇതിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ റിഗ്രഷൻ എന്നുള്ള ഈ ഒരു പ്രോബ്ലത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോ ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മൾ നേരത്തെ പ്ലോട്ടിന്റെ സൈസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ എക്സ് ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ പ്ലോട്ടിന്റെ സൈസിനെയാണ്. അതായത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ ഒരു പ്ലോട്ട് എന്നുള്ളതാണ് എക്സ് ആക്സിസിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വൈ ആക്സിസിൽ എന്താ കാണുന്നത് വെച്ചാൽ ആ ഒരു പ്ലോട്ടിന്റെ ഒരു വില എത്രയാണ് വരുന്നത് എന്നുള്ള വിലയെ കുറിച്ചാണ് നമ്മൾ വൈ ആക്സിസിൽ കാണുന്നത്. സോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഓക്കെ, ഞാനിപ്പോ ഇതിന്റെ സെന്ററിൽ കൂടി ഓക്കെ ഫൈൻ വരയ്ക്കാൻ പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോ എനിക്ക് തന്നിട്ടുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ഡേറ്റ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഡേറ്റ യൂസ് ചെയ്ത് പുതിയൊരു കാര്യത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതായത് ലേബിൾഡ് ആയിട്ട് എനിക്ക് രണ്ട് തന്നിരിക്കുകയാണ്, ഞാൻ ഒരു പുതിയൊരു വാല്യൂ, അതായത് ഇപ്പോൾ എന്താ പറയുക,
500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെയും 600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെയും പ്രൈസ് എത്രയാണ് വൈ ആക്സിസിൽ എനിക്ക് കിടപ്പുണ്ട്. എക്സ് ആക്സിസിൽ സ്ക്വയർ ഫീറ്റ്സും കിടപ്പുണ്ട്, വൈ ആക്സിസിൽ എനിക്ക് എന്താണ് അതിന്റെ പ്രൈസ് എന്ന് കിടപ്പുണ്ട്. 500ന്റെയും 600ന്റെയും കിടപ്പുള്ള, 550ന്റെ ഇല്ല. സോ 550നെ ഞാൻ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും? സോ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ നടുക്കൂടി ഒരു വര വരയ്ക്കും. ആ വരച്ച വരയിലേക്ക് ഈ 650നെ എക്സ് ആക്സിസ് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കിട്ടുമല്ലോ. ആ പോയിന്റിൽ നിന്ന് എനിക്ക് വൈ ആക്സിസിലേക്ക് വരച്ചാൽ അതിന്റെ ഒരു പ്രൈസ് കിട്ടുമല്ലോ. സോ ഒബിയസ്ലി ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ എന്താണോ 500 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ വില, അതുപോലെ തന്നെ 600 സ്ക്വയർ ഫീറ്റിന്റെ വില, അതിന്റെ ഉള്ളിൽ നിൽക്കും. സോ ഞാൻ ശരിക്കും ഒരു വീട് ആക്ച്വലി മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമായിരിക്കില്ല ഈ ഒരു അൽഗോരിതം ചൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനൊരു അൽഗോരിതം ഉണ്ടാക്കാൻ പോകണമെങ്കിൽ ഞാൻ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് വീടിന്റെ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് മാത്രമായിരിക്കുമോ വീടിന്റെ വില? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയത്തും എറണാകുളത്തും ഒരേ വിലയായിരിക്കണമല്ലോ വീട്. അപ്പൊ നമ്മൾ വേറെ ഒരുപാട് കണ്ടീഷൻസ് ഇതിലേക്ക് വരും. ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ ആക്ച്വലി മെഷീൻ ലേണിംഗ് ടേംസിൽ യൂസ് ചെയ്യുന്നത്. ഈ ഫീച്ചേഴ്സ് ആ സമയത്ത് ഇതിലേക്ക് വരും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വിൽ കം പ്ലേ. അങ്ങനെയുള്ള സമയത്ത് സ്ഥലം, ഈ ഒരു സ്ഥലം ഏത് ജില്ലയിലാണ് ഉണ്ടാവുക ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി ആ ഇരിക്കുന്ന ജില്ലയുടെ അടുത്തുള്ള ഫെസിലിറ്റീസ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, ഇപ്പൊ നമുക്കൊരു മാള് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എന്തോരം ക്ലോസ് ആയിരിക്കും. ഇനിയിപ്പം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഏതാണോ വർഷിപ്പ് ചെയ്യേണ്ട സ്ഥലം അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യേണ്ട സെന്റർ അവിടെ എന്തോരം ക്ലോസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ബസ് അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ, അതാണ് കോമൺ ആയിട്ട് കുറെ പേര് നോക്കുന്നത്. അത് വെള്ളത്തിന്റെ അവൈലബിലിറ്റി നമ്മൾ പറയാൻ പറഞ്ഞു, നല്ല നെയ്ബർഹുഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പൊ നോർമലി ഒരു എക്സ് ആൻഡ് വൈ എന്നുള്ളൊരു സിംഗിൾ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും പ്രൈസിനെ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഈ സൈസ് ഓഫ് ദ പ്ലോട്ട് മാത്രമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? അതായത് 600 സ്ക്വയർ ഫീറ്റിന്റെയും 500 സ്ക്വയർ ഫീറ്റിന്റെയും ഇടയിലായിരിക്കും 550യുടെ, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ 600 700 ആണെന്ന് തോന്നുന്നു. സോ 600ന്റെയും 700ന്റെ ഇടയിലായിരിക്കും 650യുടെ പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ 550 എന്ന് പറയുന്ന ഇരിക്കുന്ന സ്ഥലം ഒരു നല്ല നെയ്ബർഹുഡിലും ഇതുപോലുള്ള എല്ലാ കണ്ടീഷൻസും അപ്ലൈഡ് ആണെങ്കിൽ നമ്മൾ വി ആർ ഫോഴ്സ് ടു ഗീവ് മോർ മണി ദാൻ 700 അല്ലെങ്കിൽ 700നോട് അടുത്ത് വരുന്ന വാല്യൂസ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ പ്രൈസസ് ഓഫ് ഓൾ ദീസ് ലാൻഡ് ഓർ സംതിങ്, ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെ ആയിരിക്കും ഇത് ഉണ്ടാവുക. സോ അതാണ് എന്ത് ഈ ഒരു റിഗ്രഷന്റെ കേസിൽ വരിക. നമുക്ക് നടുക്കൂടി ഒരു വര വരയ്ക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു എക്സിൽ നിന്നും മേളിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു. ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ഈ സ്ക്രീനിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രോബബ്ലി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ റിഗ്രഷന്റെയും ക്ലാസിഫിക്കേഷന്റെയും ഒരു ഡയഗ്രാം കൂടി കാണിച്ചു തരാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിലേക്ക് എക്സ് ആക്സിസിൽ നിന്നും സൈസ് എത്രയാണോ നമുക്ക് വേണ്ട സൈസ്, ആ സൈസിനെ മേളിലേക്ക് ജോയിൻ ചെയ്തു. അതിന് കറക്റ്റ് ആയിട്ട് വരുന്ന പ്രൈസ് ഏതാണ്? നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ള അതേ കാര്യം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി ഇതേ കാര്യം ഞാൻ ഈ എക്സിന്റെ നടുക്കൂടിയല്ലേ വരച്ചത്, ഈ ഒരു ഗിവൺ വാല്യൂസിന്റെ എല്ലാം ഇടയിൽ കൂടി, അതായത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ നടുക്കൂടി വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ കിടക്കുന്ന എക്സ് കണ്ടല്ലോ, ഈ എക്സ് എല്ലാം എന്താണ്? ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് ഓഫ് ദ പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള പ്രൈസ് ആണ് കിടക്കുന്നത്. ഇതിന്റെ ഇടയിലൂടെ ഞാൻ ഒരു വര വരയ്ക്കും. ഈ ഒരു വര വരച്ചതിന് ശേഷം ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. അത് ഒരിക്കലും ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അതിന്റെ സെന്റർ എവിടെയാണോ, ഈ ഒരു കിടക്കുന്ന പ്ലോട്ടിന്റെ നടുക്ക് എനിക്ക് എന്താണോ തോന്നുന്നത് അതിൽ എനിക്ക് അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു പോയിന്റ്സ് എല്ലാം വരുന്ന ഒരു കെർവ് എനിക്ക് വരച്ചാൽ കൂടുതൽ പോയിന്റുകളെ എനിക്ക് ആ കെർവിൽ ഇൻക്ലൂസീവ് ആക്കാൻ പറ്റും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ പ്രോബബ്ലി ഒരു 3 പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ഈ ഒരു കേസ് നോക്കുമ്പോൾ എനിക്കൊരു 3 പോയിന്റ് കൂടുതൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു കെർവ് വരയ്ക്കുമ്പോൾ എനിക്ക് പ്രോബബ്ലി ഒരു 5 4 ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ കിട്ടും. ബട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സൈസ് എന്നുള്ളൊരു ഫാക്ടറിനെ മാത്രം അല്ലെങ്കിൽ ഒരു ഒറ്റ ഡയമെൻഷനെ മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല നിങ്ങളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കുക. അന്നേരം പ്രോബബ്ലി തൗസൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മെഷീൻ ലേണിംഗ് മോഡൽസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നും മെഷീൻ ലേണിംഗ് മോഡൽസിനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും അതിന്റെ ഉള്ളിൽ നടക്കുന്ന എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് കിട്ടുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെയും റീസൺ അങ്ങനെയാണ്. സോ ചെറിയ ചെറിയ മെഷീൻ ലേണിംഗ് മോഡൽസിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു 1 to 9 പ്രെഡിക്റ്റ് അല്ലെങ്കിൽ 0 to 9 നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് കൊടുത്താൽ അത് ഏതാണ്, 0 ആണോ 1 ആണോ, അതായത് ഞാൻ കൈ ഇഷ്ടം എഴുതി 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആൽഗോരിതത്തിൽ പോലും
13,102 നമ്പർ ഓഫ് പ്രോബബിൾ നോട്ട്സ്, അല്ലെങ്കിൽ അത്രയും ചാൻസസ് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് അത്രയും ചാൻസസ് ഓഫ് നോട്ട്സ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഉണ്ട് ഈ ഒരു സിമ്പിൾ അൽഗോരിതത്തിൽ. അത് പ്രോബബ്ലി നമുക്കൊരു 1 hour കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതമാണ്. അതിന് പോലും ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള നോഡുകൾ ഉള്ള സ്ഥിതിക്ക് നിങ്ങളൊരു ചാറ്റ് GPT യെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ലാമയെ കുറിച്ച് ചിന്തിക്കുക, യെ കുറിച്ച് ചിന്തിക്കുക, ഇവർക്കൊക്കെ എന്തോരം നോട്ട്സ് ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ്, ഒരു സിമ്പിൾ ഫീച്ചർ യൂസ് ചെയ്തല്ല നമ്മൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചത്. ഐ എം ഹോപ്പിംഗ് ഇറ്റ്സ് ക്ലിയർ ആണ്. ഞാൻ അടുത്ത ദിവസം ഞാൻ ആ ഒരു ലൈൻ വരയ്ക്കുന്നതിനെ കുറിച്ച് കാണിക്കാം. ഇപ്പൊ എനിക്കിവിടെ ടൂൾസിൽ നോക്കിയിട്ട് വൈറ്റ് ബോർഡ് വരുമ്പോഴത്തേക്കും റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ആക്ച്വലി ആൽവിൻ എന്ന് പറയുന്ന ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഇവിടെയും ആക്ച്വലി ഒരൊറ്റ ഫീച്ചർ മാത്രമേ ഈ ഒരു കാർ നോക്കുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ഒറ്റ ഫീച്ചർ മാത്രമാണ് ഈ ഒരു കാർ നോക്കുന്നത്. അതായത് എക്സിനെ നമ്മൾ നോക്കുകയാണ്. അതായത് ഈ ഒരു കേസിൽ എന്താ വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മേളിൽ 2 ലൈൻ പോലെ കാണാം. ഒരു ബ്ലാക്ക് ഡ്രൈവർ ഡിറക്ഷൻ എന്നുള്ള ഒരു എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലാന്ന് തോന്നുന്നത് ഒരു പഴയ വീഡിയോയിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഡ്രൈവർ ഡിറക്ഷൻ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ താഴെ റോഡിനെ കുറിച്ചും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ പിക്ചറിൽ ഡ്രൈവർ ഈ ഒരു സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ റോഡിന്റെ ടേണിന് എന്തോരം സ്റ്റിയറിംഗ് തിരിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റിയറിംഗ് തിരിക്കണം എന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സോ ആദ്യത്തെ ആ ഒരു പടത്തിൽ നിങ്ങൾ ഈ ഒരു എൻജിൻ ഓൺ ചെയ്തതിന് ശേഷം ഈ പുള്ളി ഡ്രൈവ് ചെയ്തത്, ഡ്രൈവർ ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ ആൽവിൻ എന്ന് പറയുന്ന മോഡൽ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ഒരു വൈറ്റ് കളർ സ്ട്രിപ്പ്, ആ ഒരു ബ്ലാക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ആക്ച്വലി ഡ്രൈവർ തിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വാല്യൂസ്. സോ ആദ്യം ഈ ഒരു വൈറ്റ് സ്ട്രിപ്സ് എന്ന് പറയുന്നത് താഴെ കാണുന്ന മോഡൽ എൻറ്റയർലി ഇങ്ങനെ ഇതായി കിടക്കുകയാണ്. ഇത് കണ്ടോ, എൻറ്റയർലി ഇതിങ്ങനെ വേഗമായിട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഇത് ഓടിച്ച് കുറച്ച് ദൂരം ചെന്നതിന് ശേഷം ഈ ഡേറ്റയെ കുറിച്ച് പഠിച്ച ഉടനെ തന്നെ ഈ ഒരു മോഡൽ നോക്ക്, ഡ്രൈവർ എങ്ങോട്ടാണോ തിരിക്കുന്നത് അതിന് യോജിച്ച ഡ്രൈവിംഗ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ പൊസിഷനാണ് ഈ ഒരു മോഡൽ തിരിച്ച് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു കെർവിന് ഞാനൊരു 13 ഡിഗ്രി ആണ് ഈ ഒരു സ്റ്റിയറിംഗ് തിരിക്കുന്നതെങ്കിൽ ആദ്യം ഈ മോഡൽ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് പ്രോബബ്ലി 20 തിരിക്കാൻ പറ്റുമായിരിക്കും, 15 തിരിക്കാൻ പറ്റുമായിരിക്കും. ഈ ഒരു കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് എൻറ്റയർ വാല്യൂസിന് നിങ്ങൾക്ക് ഇത് തിരിക്കാൻ പറ്റുമെന്ന് ഇങ്ങോട്ട് മോഡൽ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഈ ഒരു മോഡൽ നമ്മൾ 13 ഡിഗ്രി ആണ് ആ ഒരു കെർവിന് തിരിക്കുന്നെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 13 ഡിഗ്രി ടു 14 ഡിഗ്രിക്കുള്ളിൽ ഈ ഒരു മോഡൽ ഇങ്ങോട്ട് തിരിച്ച് സജസ്റ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ എന്താ, ആ മോഡൽ ഈ മനുഷ്യൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ആ ഒരു ബിഹേവിയറിൽ നിന്ന് പഠിച്ചു. ഇനി ആ മോഡൽ വണ്ടി ഓടിച്ചോളും. ഇനി ഓട്ടോണമസ് ആയിട്ട് ആ മോഡലിന് വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആൽവിൻ എന്ന് പറയുന്ന മോഡലിൽ സജസ്റ്റ് ചെയ്യും. ഐ മീൻ ആൽവിൻ എന്നുള്ളൊരു മോഡൽ പറയാൻ ശ്രമിക്കും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോ ഇതും നമ്മുടെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനകത്ത് വരുന്ന വേറൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയുന്നത് ആക്ച്വലി അതായത് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ വുമണിന്റെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വളരെ കോമൺ ആയിട്ടല്ല, ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ ആക്ച്വലി 2 തരത്തിലുണ്ട്. ക്യാൻസറിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. മാലിഗ്നൻ ക്യാൻസറും ഉണ്ട്, ബെനൈൻ ക്യാൻസറും ഉണ്ട്. ബെനൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രോബ്ലം ഇല്ലാത്ത ഇൻ ദ സെൻസ് മലൈൻ ക്യാൻസറിനെ പോലെ അത്രയും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻസർ അല്ല, അല്ലെങ്കിൽ അത്ര ഒരു ട്യൂമർ അല്ല. ട്യൂമർ ബെറ്റർ ടേം. അപ്പോൾ നമ്മൾ 2 ഫീച്ചേഴ്സ് മാത്രം എടുത്ത്, മുമ്പേ പറഞ്ഞ പ്രൈസ് പോലെ തന്നെ ഒരൊറ്റ ഫീച്ചർ മാത്രം എടുത്ത് ഈ ഒരു TS എന്ന് പറയുന്നത് ട്യൂമറിന്റെ സൈസാണ്. ട്യൂമറിന്റെ സൈസിനെ വെച്ചിട്ട് ഈ ഒരു ക്യാൻസർ മാലിഗ്നന്റ് ആണോ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കേസാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ എൻ്റെ മാലിഗ്നന്റ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ സോറി, ലൈക്ക് ഞാൻ ആ ഒരു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഇനി പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, മാലിഗ്നന്റ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ സൈസ് ഓഫ് ദ ട്യൂമർ, ഫോർ എക്സാമ്പിൾ ഇതൊരു 5 ആണ് ഈ ഒരു വാല്യൂ വരുന്നതെങ്കിൽ
5 ആണെങ്കിൽ 0, അതായത് ക്യാൻസർ മാലിഗ്നൻ അല്ല, ബെനൈൻ ആയിരിക്കും ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്ന് ഇവിടെ പറയുന്നു. ഇനി 6 ആണെങ്കിലും ബെനൈൻ ആയിട്ടുള്ള ഒരു ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ ആണെന്ന് പറയുന്നു. 7 ആണെങ്കിലും ബെനൈൻ ആണെന്ന് പറയുന്നു. ഇത് ഫാക്ച്വൽ ഡേറ്റ അല്ല, ഞാൻ ഫോർ എക്സാമ്പിൾ സേക്കിന് വേണ്ടിയിട്ട് ഞാൻ നമ്പേഴ്സ് പറയാം. പക്ഷെ 8 ആയപ്പോൾ ദേ ഇവിടെ 1, അതായത് ഇതൊരു മാലിഗ്നൻ ക്യാൻസർ ആണ് എന്ന് പറയുന്നു. ഓക്കെ, 9 ആവുമ്പോൾ അതെ, 10 ആവുമ്പോൾ അതെ, 11 ആവുമ്പോൾ അല്ല, 12 ആവുമ്പോൾ അല്ല. അപ്പൊ ഇത് എയ്തർ യെസ് ഓർ നോ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ യെസ് ഓർ നോ കണ്ടീഷനിൽ ഇരിക്കുന്നത് ഇതേ ഒരു കാര്യത്തെ തന്നെ ഞാൻ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഇവിടെ 3 ഉള്ളത്, ഇവിടെ 2 ബട്ട് സ്റ്റിൽ നമുക്കിതൊരു എക്സാമ്പിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. ഈ ഉള്ള ഓരോ സാധനങ്ങളെയും ഞാൻ ഇങ്ങനെ മേളിലേക്ക് പ്ലോട്ട് ചെയ്ത് ഒരു ലൈനിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ. ഓക്കെ, അതായത് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എക്സ് എന്ന് ഞാൻ ഇവിടെ അല്ല എന്നുള്ള കണ്ടീഷനെ, നോ ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷനെ ഞാൻ എക്സ് എന്നും, യെസ് എന്നുള്ള കണ്ടീഷനെ ഞാനൊരു റൗണ്ട് ഇട്ടും ഒരു സിംഗിൾ ലൈനിൽ റെപ്രസെന്റ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം എനിക്കൊരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി വളരെ ബ്രീഫായിട്ട് പറയാം. 0 to 1 എന്നുള്ള ഒരു എക്സ് ആക്സിസിൽ മാലിഗ്നൻ ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള കേസ്, 0 ഈസ് അല്ല ആൻഡ് 1 ആണ് എന്നുള്ള കേസ് എടുത്തതിന് ശേഷം പല ഡിഫറെന്റ് സൈസ് ഓഫ് ട്യൂമേഴ്സിനെ ഡോക്ടേഴ്സ് ഒബ്സർവ് ചെയ്തതിന് ശേഷം കിട്ടിയ ഡേറ്റയിൽ നിന്ന് ഈ പറയുന്ന താഴെ ഈ ഒരു എക്സ് ആക്സിസിൽ കാണുന്ന സൈസിലാണ് ട്യൂമർ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ അത് മാലിഗ്നൻ ക്യാൻസർ അല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇനി ആണ്, അതായത് ട്യൂമറിന്റെ സൈസ് എന്ന് പറയുന്ന ഒരു റെസ്പെക്റ്റീവ് സൈസിൽ വരുമ്പോൾ അത് മാലിഗ്നൻ ആവാൻ കൂടുതൽ ചാൻസസ് ഉണ്ടെങ്കിൽ അതിനെ യെസ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നു. ഇത് യെസ് നോ അല്ലാത്ത വേറൊരു കണ്ടീഷൻ ഇവിടെ വരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു യെസ് നോ കണ്ടീഷൻസിനെ കുറിച്ച്. നമ്മൾ ഈ ഒരു ബൈനറി ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ യെസ് നോ എന്നുള്ള കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിനെ ഒരു ലൈനിലേക്ക് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു ലാൻഡിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് വിൽ കം ടു പ്ലേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ട്യൂമർ സൈസ് ബേസ് ചെയ്തിട്ട് മാലിഗ്നൻ ആണോ ബെനൈൻ ആണോ ക്യാൻസർ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒരുപാട് ടേംസിനെ കൂടി റെഫർ ചെയ്യേണ്ടി വരും. അതായത് സൈസ് ഓഫ് ദ ട്യൂമർ മാത്രമല്ല, അതുപോലെ തന്നെ ഈ ഒരു ക്ലംപ് തിക്നെസ് അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഓഫ് ദ സെൽ സൈസ്, യൂണിഫോമിറ്റി ഓഫ് ദ സെൽ ഷേപ്പ്, അഡേഷൻ എന്ന് വെച്ചാൽ കുട്ടിയിരിക്കുന്ന എന്തോരം ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നോക്കിയതിന് ശേഷം, ഇത് ജസ്റ്റ് ഒരു 4 or 5 എക്സാമ്പിൾസ്, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ, നിങ്ങൾക്ക് എന്താണ് എക്സാമ്പിൾ എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇങ്ങനെ ഒരു സിംഗിൾ ഡയമെൻഷനിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് പോകുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ എന്തിലൂടെ പറയുന്നത്, നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലൂടെ പറയാൻ ശ്രമിച്ചത്, നമ്മൾ റിഗ്രഷനിലൂടെ പറയാൻ ശ്രമിച്ചു. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്.